ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് പോയതിൻ്റെ ഡേ 3ൻ്റെ വ്ളോഗാണ്. ഡേ 1ഉം 2ഉം ഞാൻ വ്ളോഗ് ഇട്ടതിൻ്റെ ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞ്. ട്രിപ്പ് പോയി വന്നിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത്. എനിക്ക് എക്സാംസും പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻറ്റേൺഷിപ്പും എല്ലാം കൂടി വന്നതുകൊണ്ട് അതും കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വൻ മടി. പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാനും മനസ്സിരുന്നില്ല. എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനും തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. രാവിലെ തന്നെ ഞാൻ ആദ്യം തന്നെ പല്ല് തേച്ച്, പിന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഒക്കെ പെറുക്കി കൂട്ടി പകുതി മുക്കാൻ ഞാൻ ബാഗിലാക്കി. ഇനി നമുക്ക് ബാക്കിയുടെ പെറുക്കി കൂട്ടി ബാഗിലാക്കി. ഉറക്കം പോയില്ല, കുറച്ചുകൂടി കിടക്കാൻ എന്ത് സുഖമാണ് ഉറങ്ങാനല്ലേ. നമുക്ക് ഇതൊക്കെ എടുത്ത് ബാഗിൽ കയറ്റാം. ഞാൻ പിന്നെ മുഖത്തൊക്കെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട്, അവിടെ പോയിട്ട് എൻ്റെ മുഖം ഫുള്ള് ഡ്രൈ ആയിരുന്നു. അതുകൊണ്ട് പൊതുവെ ഇടലില്ലെങ്കിലും ഞാൻ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റാക്കി. മുഖം ഫുള്ള് ഡ്രൈ ആയതുകൊണ്ട് ഇതാരാ രാവിലെ തന്നെ എണീറ്റുമ്പോൾ ചായ കുടിക്കാൻ പോണി. ഇന്ന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും വിത്ത് തക്കാളി ചട്നി. വെറുതെ കൊതിപ്പിച്ച് ചെന്തു. പോയി നോക്കാം ഗൈസ്. ഹലോ ഗൈസ്, നീ എന്നെ ഈ വീഡിയോ കയറ്റി തരാം. കുറച്ച് ചമ്മന്തി ഇതിലിടാമോ? ഓക്കെ. എന്തായി? ഏത് കാട്ടു പോവുകയാണെങ്കിലും സൺസ്ക്രീൻ ഇടണമെന്നാണല്ലോ. ഞാൻ ആകെ കൂടി മര്യാദയ്ക്ക് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് മര്യാദയ്ക്ക് സൺസ്ക്രീൻ ഇടൽ. സോ ഞാൻ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോയിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റാക്കി. ഇന്നലെ പൈസ ഉണക്കാൻ ഇട്ടതാണ് ഗൈസ്. പൈസ പോക്കറ്റിലെല്ലാം മറന്നു. അങ്ങനെ ഇത് മൊത്തം തന്നെ ഉണക്കാൻ ഇട്ടതാണ് ഗൈസ്. നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് പോകാൻ നിൽക്കുക. ചേർന്നുള്ള സൈഡിലൂടെ പുഴയിൽ കൂടി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇന്നലെ എന്ന് വെച്ചാൽ റൂട്ടായിരുന്നു, റോഡുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മാറി എന്തെങ്കിലും സാധനം വന്നാൽ മാറിപ്പോകാനും പെട്ടെന്ന് കാണാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ചെറിയ പാതയിലൂടെ നമ്മൾ പോകാം. അപ്പോൾ അതിൻ്റേതായിട്ട് വിജിലൻ്റ് ആയിരിക്കണം നിങ്ങൾ. നമ്മൾ പറയുന്ന അനുസരിച്ച് തന്നെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇന്നലെ പോയതിൻ്റെ അത്രയും കാണണമെന്നില്ല, പക്ഷേ ഡേഞ്ചർ ഏരിയയാണ്. അങ്ങനെ പോയതിനേക്കാളും ഡേഞ്ചർ ഏരിയയാണ്. ഇതിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുപോലെ എല്ലാം ശ്രദ്ധിക്കാം. ഓക്കെ, സൂക്ഷിച്ചറിഞ്ഞില്ല, എന്നെ പുലി പിടിച്ചോണ്ടു. ഹായ്, ഇത് അമ്പലല്ലേ? ശരിയായിട്ടാര് ഇവളോട് നോക്കണം. ഞാൻ പോലെ ഞാൻ പോട്ടെ. എവിടെ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എടുത്തുണ്ട്, വീഡിയോ ഉണ്ട്. എടാ അത് അവിടെ ചവിട്ടി, അവിടെ ചവിട്ടി. വല്ലാതെ ശബ്ദം ഉണ്ടാക്കരുത്, സാധാരണ ഞാനങ്ങോട്ട് എത്തണ്ട.
ഇതിന്റെ മുകളിൽ വേറെ മരം. ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലിറ്ററലി ആ കാട്ടിനുള്ളിലുള്ള ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഞാനത് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമായി പോയേനെ. ലൈക്ക് എനിക്ക് മടിയായതുകൊണ്ട് ഇത്ര കാലം ചെയ്യാതെ വെച്ച് ഇത് ഡിലീറ്റ് ചെയ്താൽ അത്രയും ഓർമ്മ പോയേനെ. ഞാനിപ്പോൾ ആലോചിക്കുന്നു കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഈ പോയ ഓർമ്മകളൊക്കെ പിന്നെയും മനസ്സിലേക്ക് വരും. സോ ഞാൻ വിചാരിച്ചത് ഡോക്യുമെൻ്റ് ചെയ്തത് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന്. എൻ്റെ ഈ വീഡിയോസൊന്നും ഇപ്പോൾ വേറെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ പോലും കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കാണാനൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ്. ഏതാ പോസ് നോക്കിയ ഇപ്പൊക്കെ ഇത് കടന്ന് അവിടെ എത്തണം ഗൈസ്. കല്ലിൽ ചവിട്ടി ചവിട്ടി കല്ലിൽ ചവിട്ടി ചവിട്ടി പോവാം. ആനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഏതാലേ ഇത് ശരിക്കും ഫോണിൽ ഇത്ര ഭംഗി അറിയണില്ല. ആനപ്പിണ്ടം കണ്ടു. ഇവിടെയൊക്കെ വരുന്ന വഴിക്കൊക്കെ കണ്ടു ആനപ്പിണ്ടം. ഇവിടെ എവിടെ അത് ഫ്രഷ് ഇതാ ഗൈസ്. അവിടെ കുറച്ച് ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു. അപ്പോൾ ഈ അടുത്ത സമയത്താണ് ഇതിൽ കൂടി പോകുന്നത്. പിന്നെ ഇന്നലെ കടുവേൻ്റെ പഗ്മാർക്ക് കണ്ടപ്പോൾ കടുവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒച്ച ഉണ്ടാക്കാണ്ട് കൂടെ സാധ്യതയുണ്ട്. ഭാഗ്യത്തെ കാണാം. അമ്മീതോ പോയി. എന്താ ഇതാണ് ഗൈസ് ആന കുളിക്കണ സ്ഥലം. ആ പുലിയും കടിച്ചു പോവും എന്നെ. തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ പോവും. ഇയാടെ കാത്തുന്നോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ പൊടി പോലും ഉണ്ടാവില്ല ബാക്കി. സോനമോൾ കാട് കയറി പോണു ഗൈസ്. സൂപ്പർ സീരിയൽ. എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല.
ജീവിതത്തിൽ കാട്ടിനുള്ളിൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ഈ കോളേജിലൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അമ്മയെ ഫോണ് പോയി. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസരം കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിയാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഈ എക്സ്പീരിയൻസ് ഒന്നും പിന്നെ കിട്ടില്ല. ഇത് ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസാണ്. അങ്ങനെ കാട് കയറി പോകുന്നതൊന്നും നമുക്ക് അല്ലാണ്ട് വിചാരിച്ചാൽ പറ്റണ കാര്യമല്ല. അപ്പം ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടിയാൽ മാക്സിമൈസ് ചെയ്യുക. പുഴയൊക്കെ കണ്ടോ? പുഴേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആന ഉറഞ്ഞൊറിഞ്ഞിട്ട് എന്നിട്ട് സ്മൂത്ത് ആയതാണ് ഗൈസ്. അല്ലേ അല്ല ഞാൻ പറയുന്നുണ്ട് വ്ളോഗിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരണം. ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം. ഏതാ ഭംഗി. ഇവിടെ ഒരു വീടുണ്ടാക്കിയാലോ? വേണ്ട, കടുവ പിടിക്കൂലേ. ഇങ്ങനെ നടക്കാൻ നല്ല രസം. ഒറ്റയ്ക്കൊക്കെ വന്നാൽ തീർന്നു. വെയിലാണ് ഗൈസ്. ഇപ്പം വെയിലില്ല, പക്ഷെ അങ്ങോട്ട് എത്തുമ്പോൾ വെയിലുണ്ട്. ഇടയ്ക്കൊരു വെയിൽ, ഇടയ്ക്കൊരു തണലും. ഇപ്പം നാലാണ് തണുത്ത കാറ്റ്. ഞങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് AC യും ഫാനും ഒന്നുമില്ല. പക്ഷെ ചൂട് എന്ന് പറയുന്ന സ്ഥലമാണ്, ഫുൾ തണുപ്പാണ്. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കട്ടെ. ആന നിരങ്ങിയതാണ് ഗൈസ്. അപ്പൊ അതൊക്കെ എന്താ? ഇതോ വീട്ടിലെ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ജീവിയെയാണ് നിങ്ങളീ കാണുന്നത്. ഏതാ ബോസ്? മലമാന്റെ കാട്ടാന്നാ പറഞ്ഞത്. ആ കേറിക്ക എല്ലാരും. ഞാനും ഗ്രിപ്പിന് കൂടെ പോകില്ല. ഞാൻ പാൻറ് കാറ്റാൻ ഇവിടേക്ക് എന്തൊരു മണ്ണ്. ആനന്റെ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ആസാനട്ടല്ലേ? ഇതാണ് ആനകളുടെ ബ്യൂട്ടി പാർലർ. കണ്ടോ ഗൈസ്? ആന ഇവിടുത്തെ കുളി കഴിഞ്ഞിട്ട് അവിടെ പോയി ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടാണ് പോവുക. മെഡിക്യൂർ ആൻഡ് മാനിക്യൂർ. ആന മണ്ണിടുന്നു. നാച്ചുറൽ സൺസ്ക്രീൻ ആനന്റെ മുന്നിൽ പെടാത്തത് കൊണ്ടാ.
നമ്മൾ സ്ഥിരം പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാം. കാരണം ആന വന്നു കഴിഞ്ഞാൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് ഓടേണ്ട അവസ്ഥയൊക്കെ വന്ന് ക്യാമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. കാരണം നമ്മൾ അവരെ വീട്ടിലേക്കാണ് വന്നത്, എന്നിട്ട് നമ്മൾ അവരെ ശല്യം ചെയ്ത് അവരെ കൊണ്ട് പണി വാങ്ങിപ്പിച്ച് വെക്കാൻ പറഞ്ഞത് മോശം പരിപാടിയാണ്. അപ്പോൾ ആരും സംസാരിക്കാണ്ട് നല്ല കുട്ടികളായിട്ട് പോവാം. ഇത്ര നേരം നിങ്ങൾ നല്ല കുട്ടികളായിരുന്നു ഒരു ചെറിയ ഇതിൽ. അതുകൊണ്ട് നമുക്ക് അപകടം പറ്റിയെന്നല്ല, പക്ഷെ നമ്മൾ വിളിച്ചു വരുത്തരുത്, അപകടങ്ങളൊന്നും വിളിച്ചു വരുത്തരുത്. ഓക്കെ അല്ലേ? പോവല്ലേ? ഹലോ, എന്ത് പോലും ഇന്ന് രാവിലെ പോയത് നമ്മൾ വരുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കടുവേൻ്റെ കടുവന്ന് രാവിലെയിലൂടെ പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. നിങ്ങളിനി നിശബ്ദമായിട്ട് പ്രകൃതിയുടെ ശബ്ദം ആസ്വദിക്കുക. കടുവേൻ്റെ കാൽപാദമാണ് ഗൈസ്. ഇന്ന് രാവിലെ കടുവ നനഞ്ഞ കാൽപാദം ഇന്ന് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് പോയതാണ്. കടുവേനെ കാണും ആനേനെ കാണും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറേ നടന്നിട്ട് ഒന്നും കാണാതെ ഇനി കാണാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണ് ഗൈസ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ കാഴ്ച കണ്ടത്. ആനേനെ കാണും ഞങ്ങൾ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല. ലൈക്ക് ഫുൾ പ്രതീക്ഷ വിട്ട് ഇനി ഒന്നിനെയും കാണൂല എന്ന് വിചാരിച്ച് പോണ സമയത്താണ് ഞങ്ങളത് കണ്ടത്. ലൈക്ക് സൂവിലോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കാണുന്നതല്ലേ, കാട്ടിൽ പോയി അതിൻ്റെ വാസസ്ഥലത്ത് പോയിട്ട് അതിനെ കാണുമ്പോൾ അതൊരു ഫീലായിരുന്നു. പിന്നെ ആന മാറിപ്പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. കടുവേൻ്റെ ഹനുമാൻ കുരങ്ങ്. കുറേ ചെടി അല്ല കിളീൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വെക്ക്. കിട്ടി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പറഞ്ഞേക്കാം. ഇപ്പൊ 12 ആയി. ഭക്ഷണം 1 മണിക്ക് ആവണ്ടേ? ഭക്ഷണം ആവണ്ടേ? 12 എന്തെങ്കിലും കാണുന്നുണ്ടോ? ആ താറാവിന് ഇതിൽ സൂം ചെയ്ത് നോക്കണേ. ശരി, ഞാൻ ഇപ്പം ഇതിനായി നോക്കിയത്. നോക്ക് ഇങ്ങോട്ട് നോക്കിയ ക്യാമറയിലേക്ക്. ഇതാ ഞാൻ പൈല് നോക്കി. നമ്മൾ മുകളിലേക്കുള്ള സാധനം നിരീക്ഷിക്കണം. ഇവിടെ ഉള്ള നോക്കുമ്പോൾ കീഴിൽ കാണാം. പക്ഷേ ഏതോ കാട്ടുകൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ കാട്ടിലൊക്കെ കയറി ഇറങ്ങി. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹണി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോയി. ജസ്റ്റ് അതിൻ്റെ ഹണീൻ്റെ വിലയൊക്കെ നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി അവിടെ തന്നെ എടുത്ത് വെച്ച് വാങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ തേനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചിട്ട് ഇതാക്കാം നമുക്ക്. ഹലോ, ആ ഒരു ടൈപ്പ് തേനയല്ല. ആരോഗ്യപ്രദമായിട്ട് നമ്മൾ കഷായമൊക്കെ കുടിക്കില്ലേ, അതേപോലെ ഈ തേനോട് കുടിക്കണ്ടേ. നമ്മൾ പോവാണ് ഗൈസ്. ആദ്യം ബാഗൊക്കെ എടുത്ത് ബാഗൊക്കെ ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെച്ച്. കാരണം ഞാൻ എല്ലാത്തിനും ലാഗായതുകൊണ്ട് ആദ്യം തന്നെ ഈശ്വരാ ദൈവമേ ഒരു 10-40-50 കിലോ ഉണ്ട് ആ ബാഗ്. ഞാനാകെ 40 കിലോ ഉള്ളൂ. ആ ബാഗ് ഇന്നെക്കാട്ടും കിലോ ഉണ്ട്. ഇതെങ്ങനെ ഇതും കൊണ്ട് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെയും ഡ്രസ്സ് മാറ്റി ഗൈസ്. ഞാൻ കാട്ടിൽ പോയി വന്നപ്പോൾ മേലേകി പിന്നെയും ഡ്രസ്സ് മാറ്റി. ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകണ്ട. ഞാൻ മിക്കവാറും പൈടി ആക്കി വെച്ച് ഇതൊക്കെ ഇട്ട് പോകും. ഇതുപോലെ ആരെങ്കിലും ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോട് പറയാനുള്ളത് ഒരുപാട് ലഗേജ് കൊണ്ടുപോകരുത് ഗൈസ്, താങ്ങൂല.
ട്രാവലർ ലുക്കായി എന്നെക്കാട്ടു നാലട്ടി വലിപ്പുള്ള ബാഗ്. എല്ലാവരും പൊയ്ക്കളി, ബാഗൊക്കെ എടുത്ത് പോയി. ഓക്കെ ബൈ ബൈ ടാറ്റ ബൈ ബൈ. ഈ സെക്കൻഡ് സാറ്റർഡേ പോകണമെന്നുണ്ട്. 1:30 നമുക്ക് ബസ്സുണ്ട് ഗൈസ്. നമ്മൾ ബസ്സിന് പോവാണ്. എന്ന് പെറുക്കിയ കല്ലടട്ടിട്ട് ഓട് നോക്കിയാട്ടെ. ആരായി? അതേ സ്പീഡ് തിരിച്ചു വരും. അതായിരുന്നു മെല്ലെ വന്നാ മതി. ടാറ്റാ, നിങ്ങൾ പോട്ടെ. നോക്കട്ടെ കല്ല് പോട്ടെ. ആ അവന്റെ ആ കല്ല് കാണിക്ക്. തണുപ്പ് നോക്കട്ടെ. എനിക്ക് 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 സമൂസ കല്ല് കാണിക്ക്. തിന്ന്. അത് ചിലപ്പോ തിന്നു. ആ ഇതാണ് മറ്റേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാ ഒരു സൈഡ് തിരിക്കും. അല്ലല്ല ഇത് ഇങ്ങനെ ഒരു സൈഡ് തിരിച്ചു നോക്ക്. ഇത് എന്തായിട്ടാ? അതെ അതെ. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴേക്ക് KSRTC വന്ന് ഞങ്ങളെല്ലാവരും അതിൽ കയറി ഇവിടുന്ന് പോവാണ്. തിരക്കിട്ടിറങ്ങിയത് സൺസ്ക്രീൻ ഇടാൻ നേരെ സൺസ്ക്രീൻ ഇടാം. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. നമ്മളെങ്ങനെയോ വേദയ്ക്കൊരു ഇത് കിട്ടിയ ഗ്യാപ്പിൽ ഇവിടുന്ന് വാങ്ങി ബസ്സിലേക്ക് ഓടുക. നിന്ന് തിരിയാൻ സ്ഥലമില്ല. കോഴിക്കോട് ബസ്സിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ മാറി കയറിയതാ കോഴിക്കോടേക്ക് പോവാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിൻഡോ സീറ്റ് കൈയടക്കിയോണ്ട് ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. അയ്യോ എനിക്ക് ട്രിപ്പ് അവസാനിക്കണ്ട തോന്നുന്നു. എനിക്കിപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആ ദിവസം. ഇനിയും ഇതുപോലെയുള്ള ട്രിപ്പ് ടൂറിസം ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുന്നത്. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോടെത്തി. നമ്മൾ KSRTCയിൽ നിന്നും ബായ് പറയൂ എൻ്റെ വ്ളോഗിന്. ഇനി അടുത്ത ട്രിപ്പിന് കാണാം. അയ്യോ അയ്യോ അന്നാലും കൊണ്ടാവാ. TC വാങ്ങണ്ട. അപ്പം അതായിരുന്നു ഞങ്ങളെ വ്ളോഗ്. ഇനി ഇതുപോലെ ട്രിപ്പ് പോകാൻ പറ്റത്തേ എന്ന് പ്രാർത്ഥിച്ച് ഞാനിത് നിർത്തുകയാണ്.